പണ്ഡിതന്മാർ പറയുന്നത് കോപം എന്ന് പറയുന്നത്, ഗളബ് എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ കോപം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് എന്ന് വെച്ചാൽ, ഒന്നത് മഹ്മൂദാണ്. അത്തരത്തിലൊരു കോപം ഒരാളിൽ ഉണ്ടാകുക എന്നുള്ളത് തെറ്റല്ല. രണ്ടാമത്തത് മദ്മൂമാണ്, ആക്ഷേപാർഹമായ കോപമാണ്, അതൊരാളിൽ ഉണ്ടാകാനും പാടില്ല. അപ്പം എന്താണ് അൽ ഗളബുൽ മഹ്മൂദ്? ഒരാൾക്ക് ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ലാത്ത, അല്ലെങ്കിൽ അതുണ്ടാകുന്നതിൽ അയാളെ വേണമെങ്കിൽ നല്ലൊരു ഗുണം അയാൾക്കുണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന കോപം ഏതാണ്? അത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി ഒരാൾ കോപിക്കുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി ഒരാൾ കോപിക്കുക എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് കോപമുണ്ടാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരാൾ ഹറാമുകൾ, ഒരു നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് വെറുപ്പ് ഒരാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്, അതിനോട് കോപം ഒരാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉണ്ടാകേണ്ട നല്ല ഗുണത്തിൽപ്പെട്ടതാണ്. അതല്ലാതെ ഒരാൾ നിസ്കാരമൊക്കെ പാഴാക്കി, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ്, അല്ലെങ്കിൽ ദീനിനെ ചീത്ത പറഞ്ഞ് ഈ രൂപത്തിൽ നടക്കുമ്പോൾ അയാളോടൊരു കോപമില്ല, എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് അല്ലേ, അങ്ങനെ പറയുന്നത് ദീനല്ല. മറിച്ച് ദീനുൽ ഇസ്ലാമിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളോട് നമുക്ക് വെറുപ്പും കോപവും ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ആക്ഷേപാർഹമായ ഒരു ഗുണമല്ല, മറിച്ച് സ്തുത്യർഹമായ ഗുണമാണ്, മഹ്മൂദായ ഗുണമാണ്. അത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതില്ലാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആക്ഷേപാർഹമായ ഒരു ഗുണമായി തീരുന്നത്. അല്ല, അയാൾ ഭയങ്കര കൂളാണ്, ആരെന്ത് പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ അയാൾക്ക് ഒരു പ്രശ്നമില്ല, അയാൾ ഇങ്ങനെ കേട്ടിരിക്കും, അങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര നല്ല വിശാല ഹൃദയനാണ് എന്നല്ല, മറിച്ച് അയാൾ ആക്ഷേപാർഹമായ ഒരു കാര്യമാണ് അയാളിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹിനെ പറയുമ്പോൾ അയാൾക്കൊരു ദേഷ്യം വരുന്നില്ല, മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ദീനിലൊരു ഹറാമുകൾ ആളുകൾ ചെയ്യുന്ന സമയത്ത്, സ്വന്തം വീട്ടിൽ ഹറാമുകൾ നടമാടുന്ന സമയത്ത് ഒരു കുഴപ്പം അവന് തോന്നുന്നില്ല. ഒരു നിഷിദ്ധങ്ങൾ എങ്ങനെ നടമാടുകയാണ്, ഒരു പ്രശ്നം അയാൾക്ക് തോന്നുന്നില്ല, അയാളൊരു കുഴപ്പമില്ല, അയാൾ നിങ്ങൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്നില്ല, ഈ രൂപത്തിലാണ് എങ്കിൽ സഹോദരങ്ങളെ അത് ശരിയല്ല. അപ്പോഴാണ് അവൻ ആക്ഷേപാർഹനാകുന്നത്. മറിച്ച് ദീനിൽ നമ്മൾ മക്കൾ അള്ളാഹുവിനെ അനുസരിക്കാത്തത് കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം ഉണ്ടാകണം. മക്കൾ ധിക്കരിക്കുന്നത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം ഉണ്ടാകണം. ഭാര്യമാർ അള്ളാഹുവിനെ അനുസരിക്കാത്തത് കാണുമ്പോൾ ദേഷ്യം ഉണ്ടാകണം. ഭാര്യമാർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കാണുമ്പോൾ സഹോദരങ്ങളെ ദേഷ്യം ഉണ്ടാകണം. ഇത് മഹ്മൂദായ, സ്തുത്യർഹമായ ഒരു കോപമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുള്ള കോപമാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയ ഒരു സൽസ്വഭാവിയാകാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ആയിഷ റളിയല്ലാഹു അൻഹാ ചില കർട്ടനുകൾ തൂക്കിയിട്ടുണ്ട്, ചില മറകൾ തൂക്കിയിട്ടുണ്ട്, കർട്ടനുകൾ തൂക്കിയിട്ടുണ്ട്. അതിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു എന്നാണ്. ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കണ്ട ഉടനെ നല്ല ദേഷ്യം വന്നു. എത്രത്തോളം എന്നാൽ അവിടുത്തെ മുഖം ചുവന്നു തുടിച്ചു എന്ന് ഹദീസുകളിൽ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വിവർണമായി ചുവന്ന് തുടിക്കുകയാണ്. എന്നിട്ട് വളരെ കൃത്യമായി അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഇവിടെ പ്രവേശിക്കുകയില്ല, ഗൗരവമുള്ള കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ ചെയ്ത ആ തെറ്റ് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കോപം അവിടെ സഹോദരങ്ങളെ കാണിച്ചു കൊടുക്കാൻ, ദേഷ്യം കാണിച്ചു കൊടുക്കാൻ. കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഓർക്കുന്നതാണ്. പക്ഷേ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ചെയ്യുന്ന സമയത്തും നമ്മൾ പരിധി വിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ പാടില്ല. അതെപ്പോഴും ആക്ഷേപാർഹമായ കാര്യമാണ്. ഏതാണ് പരിധി വിട്ടത്? കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും പാടില്ലാത്ത കാര്യമാണ്. ആക്ഷേപാർഹമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതൊക്കെ എറിഞ്ഞു പൊളിക്കുക, അതൊക്കെ കുഴപ്പമുണ്ടാക്കുക, ആ രൂപത്തിൽ ചീത്ത വിളിക്കുക, ഇതൊന്നും കോപത്തിൻ്റെ കൂടെ നമുക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് ആക്ഷേപാർഹമായ കാര്യം. അങ്ങനെ ഒരു കാര്യം കാണുമ്പോഴേക്കും അതിനേക്കാളും വലിയ തിന്മയായിരിക്കും പുറത്ത് പറയാം, അതിനേക്കാളും വളരെ മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിക്കുക. ചിലപ്പോൾ അയാൾ അടിക്കുക, നീ ദീനിനെതിരെ പ്രവർത്തിക്കാനായെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടിച്ച് ബഹളം ഉണ്ടാക്കിയൊക്കെ പൊളിക്കുകയൊക്കെ ചെയ്താലോ, യഥാർത്ഥത്തിൽ ആ കോപം കൊണ്ടുണ്ടാകേണ്ട ഒരു ഉപകാരം അവിടെ ഇല്ലാതായി തീരും. കോപം കൊണ്ടുണ്ടാകേണ്ട ഒരു ഉപകാരമുണ്ട്. കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനിനെതിരായ ഒരു കാര്യമായത് കൊണ്ടാണ് കോപിച്ചത്. അതല്ലെങ്കിൽ ഏറ്റവും നല്ല മനോഹരമായി പ്രതികരിക്കുന്ന ആളാണ്. ദീനിന് വില വേണ്ടതുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുന്നതാണ്. അപ്പം ആ കാര്യത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. പക്ഷേ അത് പരിധി വിട്ടുകൊണ്ടുള്ള ആക്ഷേപാർഹമാകുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ദേഷ്യം പിടിച്ച തലയിട്ടടിക്കുക, അല്ലെ, ആ രൂപത്തിലൊക്കെ പല രൂപത്തിൽ ആളുകൾ ചെയ്യും. അല്ലെങ്കിൽ
ആരിലാണോ ആ പ്രവൃത്തി കണ്ടത് അയാളെ കൈകാര്യം ചെയ്യുക. അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ മക്കൾ ഒരു ഹറാമ് ചെയ്യുന്നത് കണ്ടാലും ശരി, ഇനി നമ്മൾ ആരെങ്കിലുമൊക്കെ പരിസരത്ത് നിന്നാൽ അതിനോട് അങ്ങേയറ്റത്ത് ദേഷ്യം വേണം. ഇപ്പം മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് അവരുടെ കൈകൊണ്ട് തടയാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ പരിധി വിട്ടുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉപകാരം കിട്ടുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെതിരായ ഒരു പ്രവർത്തനം തൻ്റെ വീട്ടിൽ സംഭവിച്ചപ്പോൾ അവിടുന്ന് മുഖം വിവർണനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കാര്യത്തെ താക്കീത് ചെയ്യുക. അത് തെറ്റായ കാര്യമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് മാതൃകയുള്ള കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക.